നമസ്കാരം. ഞാൻ ഇപ്പോൾ ഉള്ളത് കാഞ്ഞിരക്കാവിലാണ്, കണ്ണൂർ. അതായത് വെച്ചാൽ ഇവിടെ ഹരേരാമകൃഷ്ണൻ്റെ രഥോത്സവമുണ്ട്. നമ്മളെ നോർത്ത് ഇന്ത്യയിലൊക്കെ ഉണ്ട്. അതൊക്കെ വലിയ രഥമായിട്ടാണ്. ഇവിടെ ചെറിയൊരു രഥമാണ്, ഓരോ ജില്ലയിലുണ്ടെന്നാണ് ഞാൻ കേട്ടിട്ടുള്ള അറിവ്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഹരേരാമകൃഷ്ണൻ 3:30 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം അത് കാണാൻ ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് ആൾക്കാർ എന്നെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് വന്നതാണ്. അപ്പോൾ നമുക്ക് ഈ രഥോത്സവം മഴയില്ലെങ്കിൽ കാണാം, അത്രയേ പറയാൻ കഴിയും. ചില മഴക്കാറുണ്ട് നല്ലോണം. എന്നാൽ നല്ല നമസ്കാരം. നമുക്ക് ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് വേഗം വരാം. ഇവിടെ അന്നദാനത്തിന് ക്യൂ നിന്നിട്ടില്ല കേട്ടോ. നമ്മളെ കണ്ട് ഇവരൊക്കെ നിന്ന് ഇവിടെ അന്നദാനമുണ്ട്. എല്ലാ വെള്ളിയാഴ്ച ദിവസമാണുള്ളത്. അപ്പോൾ ഇന്ന് ഹരേരാമകൃഷ്ണൻ്റെ ഇതായതുകൊണ്ട് ഇന്ന് ഇവിടെ അവരെ ഭാഗ്യം തോന്നുന്നു ഫുഡുള്ളത്. കാഞ്ഞിരക്കാവ് അതീവ പോസിറ്റീവ് എനർജിയുള്ള ഒരു ക്ഷേത്രമാണ്. കാരണം വെച്ചാൽ ഒരുപാട് തവണ എൻ്റെ ആദ്യ കാലത്തെല്ലാം ഞാൻ കണ്ണൂർ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്നാണ് ഞാൻ എൻ്റെ വീഡിയോ ഒക്കെ കൂടുതലും ഞാൻ ചെയ്യാറ്. ഇവരായിരുന്നു അതിനുള്ള കൂടുതൽ സപ്പോർട്ടും ഹെൽപ്പ് നമ്മളെ സഹായിച്ചൊക്കെ ഇവരാണ് കേട്ടോ. അതുകൊണ്ട് ഇവർ പലപ്പോഴും എന്നെ വിളിക്കാറുണ്ട്, പക്ഷേ എനിക്ക് വരാൻ പറ്റാറില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്. ഇത് അണിയറ എന്ന് പറയും, അത് തെയ്യങ്ങളുടെ അണിയറയാണ് ഇവിടെയുള്ളത്. ബാലി, സുഗ്രീവനെല്ലാം ഇവിടെയുണ്ട്. പിന്നെ ദേവതാർ ഈശ്വരൻ്റെ നമ്മൾ പിന്നെ അണ്ടലൂർക്കാവ് കണ്ടിട്ടില്ലായിരുന്നു, അവിടുത്തെ ഒരു ഭാഗം തന്നെയാണ് ഇവിടെയും വരുന്നത്. ഇവിടെയാണ് തീച്ചാമണ്ടീൻ്റെ മേലേരി കൂട്ടുന്ന സ്ഥലം കേട്ടോ. ഇവിടെ തീച്ചാമണ്ടി ഉണ്ട്, എല്ലാ വർഷവും ഉണ്ടാവലുണ്ട് കേട്ടോ. ഇത് തീച്ചാമണ്ടി ക്ഷേത്രമാണ് കേട്ടോ. ഇത് കാഞ്ഞിരക്കാവിൽ വേറെ തന്നെ പോസിറ്റീവ് എനർജിയാണ് കേട്ടോ. എന്താ കാരണം എന്ന് വെച്ചാൽ ഇവിടെ എന്ന് വെച്ചാൽ വന്നു കഴിഞ്ഞാൽ നല്ല കൂളിംഗാണ്. ചൂട് കാലത്ത് വന്നാലും പിന്നെ ധാരാളം കുട്ടികൾക്കാണ് ഫസ്റ്റ് അന്നദാനം ഇവിടെ കൊടുക്കുക. അതിനുശേഷം വലിയാൾക്ക് കൊടുക്കാറുണ്ട്. എല്ലാ വെള്ളിയാഴ്ച ദിവസവും ഇവിടെ അന്നദാനമുണ്ട്. ഇത് നാഗസ്ഥാനം കേട്ടോ, എൻ്റെ ബാക്കിലുള്ളത്. ഇത് ശ്രീരാമ ക്ഷേത്രം കേട്ടോ. ഇത് നല്ല ബഴുക്കുണ്ട് കേട്ടോ. ഇതിൽ കൂടി ആൾക്കാർ വരുമ്പോൾ ശ്രദ്ധിക്കണം.
ഇത് ശ്രീരാമസ്വാമി സീതാദേവീൻ്റെ ക്ഷേത്രമായിട്ടാണ്. ഇത് ഹനുമാൻ സ്വാമീൻ്റെ കേട്ടോ. ഉള്ളത് രണ്ട് വലിയ ഭഗവതിയും ചെറിയ ഭഗവതിയായിട്ടാണുള്ളത് കേട്ടോ. എൻ്റെ പേര് ഹരേ കൃഷ്ണ. എൻ്റെ പേര് അധിചന്ദ്ര ഗോവിന്ദദാസ് എന്നാണ്. നമ്മുടെ ഹരേ കൃഷ്ണ പ്രസ്ഥാനവുമായി കണക്ട് ചെയ്ത് കഴിഞ്ഞ 26 വർഷങ്ങളായിട്ട് ഇതിൽ സേവനം ചെയ്തു വരുന്നു. ദീക്ഷാനാമാണോ ഇത്? ദീക്ഷാ നിയമനാമമാണ്. എൻ്റെ കർമ്മീനെയും അരുൺ മേനോൻ എന്നാണ്. എൻ്റെ സ്വദേശം ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൽ മാവേലിക്കര എന്ന സ്ഥലത്താണ്. ഞാനിവിടെ ഇന്ന് കണ്ണൂരിൽ നമ്മുടെ ജഗന്നാഥ രഥയാത്രയോടനുബന്ധിച്ച് ഞാൻ വന്നിരിക്കുകയാണ്. ഈ ജഗന്നാഥ രഥയാത്ര എന്ന് പറയുന്നത് കഴിഞ്ഞ ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് ജഗന്നാഥ് പുരി എന്ന ക്ഷേത്രത്തിൽ, ഇന്ന് ഒറീസയിലുള്ള ജഗന്നാഥ് പുരി എന്ന സ്ഥലത്തുള്ള ജഗന്നാഥ് പുരി എന്ന ക്ഷേത്രത്തിൽ ജഗന്നാഥ് ബലദേവ് സുഭദ്രമായി എന്ന ഭഗവാനെയും കൃഷ്ണൻ്റെ സഹോദരനായ ബലരാമനെയും സുഭദ്രാമായി സഹോദരിയെയും കൂടി അവർ 3 പേരും കൂടി തൻ്റെ ചിറ്റമ്മയുടെ വീട്ടിലേക്ക് പോകുന്ന ഒരു യാത്രയാണ്. അപ്പോൾ അങ്ങോട്ട് പോകുന്ന ആ ഒരു യാത്ര ജഗന്നാഥ് പുരിയിലെ ആ രഥയാത്രയുടെ ഓർമ്മയെ അനുസ്മരിച്ചുകൊണ്ട് നമ്മൾ ലോകത്തിലെ എല്ലാ ദേശങ്ങളിലും ഇസ്കോൺ ഹരേകൃഷ്ണ പ്രസ്ഥാനം രഥയാത്ര മഹോത്സവം നടത്തുന്നുണ്ട്. സോ അതിനോടനുബന്ധിച്ച് അതിൻ്റെ ഒരു സ്മാരകമായിട്ട് നമ്മൾ കണ്ണൂരിൽ കഴിഞ്ഞ 15 വർഷമായിട്ട് ഇന്ന് 15ാമത്തെ രഥയാത്രയാണ് കണ്ണൂരിൽ നടക്കുന്നത്. സോ അതിൻ്റെ പ്രോഗ്രാമാണ് ഇന്ന് നടക്കുന്നത്. അപ്പം സാർ, അപ്പോൾ എല്ലാ ജില്ലയിലും ഇതുപോലെ രഥയാത്ര നടക്കുന്നില്ലേ? എല്ലാ ജില്ലകളിലുമില്ല. ഞങ്ങളുടെ ലക്ഷ്യം എല്ലാ ജില്ലകളിലും കൊണ്ടുവരണമെന്നാണ്. ഇപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ച തൃശ്ശൂരിൽ നടന്നു. ഈ അടുത്ത ഞായറാഴ്ച ഗുരുവായൂരിനടുത്ത് സൗത്ത് വൃന്ദാവൻ എന്ന് പറയുന്ന ഇസ്കോൺ സെൻറ്ററിൽ രഥയാത്ര ഉണ്ടാവും. കഴിഞ്ഞ ആഴ്ചകളിൽ തിരുവനന്തപുരം, കൊല്ലം, തൃശ്ശൂർ, ഇപ്പോൾ ഇന്ന് കണ്ണൂർ, ഇനിയും തൃശ്ശൂർ ഒരു രഥയാത്രയുണ്ട്. തിരുവനന്തപുരത്ത് അടുത്ത ഞായറാഴ്ച ശനിയാഴ്ച വീണ്ടും ഒരു രഥയാത്രയുണ്ട്. അപ്പം കേരളത്തിലുള്ള എല്ലാ ഡിസ്ട്രിക്റ്റുകളിലും ഞങ്ങൾ രഥയാത്ര കൊണ്ടുവരണമെന്നുള്ള ഉദ്ദേശത്തിലാണ്. ഒരു 2 മാസം മുമ്പ് മലപ്പുറത്തും ഒരു രഥയാത്ര നടന്നിരുന്നു. അപ്പോൾ ഇതിൻ്റെ ശരിയായ കണ്ണൂരിലെ ശരിയായ അല്ല കേരളത്തിൽ ശരിയായ എവിടെയാണ് വരുന്നത്? ഇതിൻ്റെ ശരിയായ ഞങ്ങളുടെ ഹെഡ് ക്വാർട്ടേഴ്സ് കേരളത്തിലെ ഇസ്കോണിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ഗുരുവായൂരിലാണ്. ഗുരുവായൂരിലെ എൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. പിന്നെ പ്രധാനമായ ഒരു ക്ഷേത്രം തിരുവനന്തപുരത്തുണ്ട്, പള്ളിച്ചൽ എന്ന സ്ഥലത്ത്. തിരുവനന്തപുരത്ത് തന്നെ ഏതാണ്ട് 7 സെൻറ്ററുകൾ ഞങ്ങളുടെ ഹരേകൃഷ്ണ പ്രസ്ഥാനം. ആ ക്ഷേത്രത്തിലേക്ക് എങ്ങനെ പോകേണ്ട മാർഗം വഴി എന്ന് പറഞ്ഞു കൊടുക്കും ഭക്തന്മാർക്ക്? തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിൽ, തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയാൽ അവിടുന്ന് ബസ്സിന് 10 രൂപ കൊടുത്താൽ പള്ളിച്ചൽ എന്ന് പറയുന്ന സ്ഥലം, അതായത് പള്ളിച്ചൽ കന്യാകുമാരിക്ക് പോകുന്ന റൂട്ടിൽ പള്ളിച്ചൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഹരേകൃഷ്ണ ബസ് സ്റ്റാൻഡ് അല്ലെങ്കിൽ ബസ് സ്റ്റോപ്പ് എന്ന് പറയുന്ന ബസ് സ്റ്റോപ്പ് തന്നെയുണ്ട്. ആ ഹരേകൃഷ്ണ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ നിന്നൊരു 2 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പള്ളിച്ചൽ ഹരേകൃഷ്ണ ക്ഷേത്രത്തിൽ എത്താൻ പറ്റും. അവിടെ രാധാകൃഷ്ണനും പിന്നെ അവിടെ രാധാകൃഷ്ണനല്ല, ഇസ്കോണിൻ്റെ സാധാരണ പ്രധാനപ്പെട്ട മൂർത്തി അല്ലെങ്കിൽ ഞങ്ങൾ ആരാധിക്കുന്ന വിഗ്രഹങ്ങൾ എന്ന് പറയുന്നത് രാധാകൃഷ്ണനാണ്. പക്ഷേ കേരളത്തിലെ സാഹചര്യം അനുസരിച്ച് ഞങ്ങൾ ട്രിവാൻഡ്രത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്ന കൃഷ്ണ ബലറാമാണ്. എന്നാൽ ഇസ്കോൺ സൗത്ത് വൃന്ദാവൻ, അതായത് ഗുരുവായൂരിൽ നിന്ന് 10 കിലോമീറ്റർ 7-8 കിലോമീറ്ററിനകത്ത് ഉള്ള ഒരു സ്ഥലമുണ്ട്. അത് അവിടെ രാധാകൃഷ്ണനും ജഗന്നാഥ് ബലദേവ് സുഭദ്രാമായും ഗൗരനിത്തായും എന്നത് ഇവർ 3 പേരുടെ പ്രതിഷ്ഠകളാണ്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ ദൂരത്ത് നിന്ന് വരുന്ന കൂട്ടറാണെങ്കിൽ, അന്യ സംസ്ഥാനത്ത് നിന്ന് വരുന്ന കൂട്ടുണ്ടെങ്കിൽ അവർക്ക് അവിടെ നിൽക്കാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ടോ? തീർച്ചയായിട്ടും എല്ലാ ഇസ്കോൺ സെൻറ്ററുകളിലും നമുക്ക് അക്കോമഡേഷനും ഫുഡും നമ്മൾ അതിനുള്ള ഫെസിലിറ്റീസ് നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കില്ല. അതെ, അതിനുള്ള സേവനം ചെയ്യുന്നവരും എല്ലാവരും അവർക്കെല്ലാം. അപ്പം അവിടത്തേക്ക് ആരെയൊക്കെ ഫണ്ടോ കാര്യങ്ങളോ ചെയ്യണമെന്ന് ആഗ്രഹിച്ചത് എങ്ങനെ ചെയ്യും? നമ്മളുടെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ എല്ലാ ഇസ്കോൺ സെൻറ്ററുകളിലെയും കോൺടാക്ട് ഡീറ്റെയിൽസ്, അഡ്രസ്സുകളെല്ലാം ഉണ്ടാവും. സോ അവിടെ നിങ്ങൾക്ക് അതിൽ കൂടി നിങ്ങൾക്ക് ആരെങ്കിലും കോൺടാക്ട് ചെയ്ത് നിങ്ങൾ പേയ്മെൻറ്റ് അതിൻ്റെ പിന്നെ വിശദ വിവരങ്ങൾ കോൺടാക്ട് ചെയ്താൽ കിട്ടാൻ പറ്റും അല്ലേ? പിന്നെ അതുപോലെ തന്നെ നമ്മളൊരു ആഗ്രഹം കൂടി പറയുന്നതാണ്, കേരളത്തിലെ ഓരോ ജില്ലകളിലും ഹരേകൃഷ്ണ ടെമ്പിൾ വരണം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഞങ്ങളുടെ ഉദ്ദേശം അത് തന്നെയാണ്. ഇപ്പോൾ നമുക്ക് ഒരു ചെറിയൊരു സെൻറ്റർ പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിൽ തിരുവല്ല എന്ന സ്ഥലത്തുണ്ട്. തിരുവല്ലയിൽ ചെങ്ങന്നൂർ അല്ലെങ്കിൽ ചങ്ങനാശ്ശേരിക്ക് 2 കിലോമീറ്റർ ഇടയ്ക്കുള്ള തിരുവല്ല എന്ന് പറയുന്ന സ്ഥലത്ത് അതിനുള്ള പ്രത്യേകത എന്ന് പറയുന്നത് ശ്രീ വൈഷ്ണവ സമ്പ്രദായത്തിലുള്ള 11 ദിവ്യദേശങ്ങൾ, 108 ദിവ്യദേശങ്ങൾ മുഴുവനുള്ളതിൽ
11 ദിവ്യദേശങ്ങൾ കേരളത്തിലുണ്ട്. ആ 11 ദിവ്യദേശങ്ങൾ കേരളത്തിലുള്ളതിൽ 6 ദിവ്യദേശങ്ങൾ ഈ തിരുവല്ല ചെങ്ങന്നൂർ ഏരിയയിലാണ്. അപ്പോൾ നമ്മുടെ ക്ഷേത്രത്തിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 6 ദിവ്യദേശങ്ങളിലും പോകാനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരിക്കും അല്ലേ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഭാരതത്തിൽ എത്ര ഹരേ ടെമ്പിളിൻ്റെ പ്രവർത്തകരും അതിൻ്റെ ഇത് എന്താ പറയുക യൂണിറ്റും എവിടെയൊക്കെയുണ്ട്? അപ്പോൾ താങ്കൾ ചോദിച്ചതുപോലെ ഇസ്കോൺ ക്ഷേത്രങ്ങൾ, ഹരികൃഷ്ണ പ്രസ്ഥാനത്തിൻ്റെ യഥാർത്ഥ നാമധേയം ഇസ്കോൺ എന്നാണ്, ഇൻ്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ്നസ് എന്നാണ്. അതിൻ്റെ എല്ലാ ഡിസ്ട്രിക്റ്റുകളിലും നമുക്ക് സെൻറ്റേഴ്സ് ഉണ്ട്. എല്ലാ ഡിസ്ട്രിക്റ്റുകളിലും സെൻറ്റേഴ്സ് ഉണ്ട്. എല്ലാ ഡിസ്ട്രിക്റ്റുകളിലും ഒന്നിൽ കൂടുതൽ സെൻറ്റേഴ്സ് ഉണ്ട്. പല സ്ഥലങ്ങളിൽ സെൻറ്റേഴ്സുകൾ നടക്കുന്നുണ്ട്. എന്നാൽ ക്ഷേത്രങ്ങളായിട്ട് നമുക്കിപ്പോൾ ഉള്ളത് ഇപ്പോൾ കണ്ണൂരുണ്ട്, പിന്നെ കണ്ണൂർ മൂപ്പൻപാറ സ്ഥലത്താണ്. അതുപോലെ കണ്ണൂർ ടൗണിൽ തന്നെ വേറൊരു സെൻറ്റർ നടക്കുന്നുണ്ട്. അത് എക്സാക്ട്ലി സ്ഥലം പേര് എനിക്ക് ഓർമ്മയില്ല, നാട്ടുകാരുടെ സ്ഥലത്തിന്. പക്ഷേ ഇത് റെയിൽവേ സ്റ്റേഷനിൽ 1.5 കിലോമീറ്റർ, 1.5 കിലോമീറ്റർ അത്രയും ദൂരത്തിനാണ് ആ സെൻറ്റർ നടക്കുന്നത്. അതുപോലെ മൂപ്പൻപാറ എന്ന സ്ഥലത്താണ് മെയിൻ സെൻറ്റർ നടക്കുന്നത്. പിന്നെ തൃശ്ശൂർ തന്നെ 7 സ്ഥലങ്ങളിൽ പ്രോഗ്രാം നടക്കുന്നുണ്ട്. മലപ്പുറത്തുണ്ട്, കോഴിക്കോടുണ്ട്, കാസർഗോഡുണ്ട്. എല്ലാ ക്ലാസും കാര്യങ്ങളും ഏത് ദിവസങ്ങളാണ് നിങ്ങൾ കളക്ട് ചെയ്യുന്നത്? വ്യാഴാഴ്ചയാണോ അല്ലെങ്കിൽ മിക്കവാറും എല്ലാ ദിവസങ്ങളിലും ക്ലാസ് നടക്കുന്നുണ്ടാവും. ഇസ്കോൺ സെൻറ്ററുകളിൽ പോയി കഴിഞ്ഞാൽ മെയിൻലി നമ്മുടെ സൺഡേ ഫീസ്റ്റ് പ്രോഗ്രാം എന്നാണ് നമ്മുടെ മെയിൻ പ്രോഗ്രാം അറിയപ്പെടുന്നത്. എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് ഒരു 10 മണി 10:30 പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത് ഉച്ചയ്ക്ക് ലഞ്ച് ഫുൾ ഫീസ്റ്റ്. സാധാരണ നമ്മൾ കേരളത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രസാദം എന്ന് പറഞ്ഞാൽ കയ്യിലൊരു പഴം അല്ലെങ്കിൽ ഒരു ഇച്ചിരി അവൽ വെച്ച് നമ്മുടെ ഇസ്കോൺ സെൻറ്ററുകളിൽ പ്രസാദം എന്ന് പറഞ്ഞാൽ ഫുൾ മീലാണ്. എന്നോട് കുറേ കൂടി ചോദിച്ചിട്ടുണ്ട്, അവിടെ ചേരണം എന്നുണ്ടെങ്കിൽ അവിടെ പൈസ അടക്കേണ്ടി വരുമോ? അങ്ങനെയൊന്നുമുണ്ടോ? ഒരു നിബന്ധനയില്ല. ഇസ്കോണിൽ നമ്മൾ പൂർണ്ണമായിട്ടും ഒരു ഫ്രീ ആയിട്ടുള്ള സേവനമാണ് നടത്തുന്നത്. പിന്നെ തീർച്ചയായിട്ടും ഒരു സംഘടന നടന്നു പോകണമെങ്കിൽ ചില ആൾക്കാരുടെ പോക്കറ്റിൽ നിന്ന് മാത്രം ചിലവാക്കാൻ സാധിക്കും. തീർച്ചയായും നമ്മൾ ജനറസ് ആയിട്ട് ആരെങ്കിലും ഇങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ താല്പര്യരാണെങ്കിൽ അവരുടെ സംഭാവന സ്വീകരിക്കുമെന്നല്ലാതെ ഒരു നിർബന്ധിത പിരിവോ അങ്ങനെയൊന്നും. പിന്നെ മറ്റൊരു കാര്യം താങ്കൾ ചോദിച്ചുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ഇസ്കോണിൽ ഒരു ലൈഫ് മെമ്പർഷിപ്പ് എന്നൊരു സ്കീമുണ്ട്. ആ ലൈഫ് മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ എൻ്റെ ചാർജ് 35,555 രൂപയാണ്. ആ രൂപ കൊടുത്ത് നിങ്ങൾ ഒരു ലൈഫ് മെമ്പർ കാർഡ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഫുൾ ശ്രീമദ് ഭാഗവതം സെറ്റ് കിട്ടും. ആ ഭാഗവതം സെറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കോസ്റ്റ് തന്നെ 10,000 രൂപയിൽ താഴെയും കണ്ടാകും. അപ്പോൾ അത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. ശ്രീല പ്രഭുപാദിൻ്റെ ഫുൾ സെറ്റ് ബുക്ക്, അദ്ദേഹം ഞങ്ങളുടെ ഇസ്കോണിൻ്റെ സംസ്ഥാപകാചാര്യനായ ശ്രീല പ്രഭുപാദ് എഴുതിയ ബുക്കുകളുടെ ഒരു സെറ്റ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. അത് തന്നെ 10,000 രൂപയിൽ കൂടുതൽ കോസ്റ്റാണ്. അതല്ലാതെ ലോകത്തിൽ എവിടെയൊക്കെ നിങ്ങൾ ഇസ്കോൺ സെൻറ്ററിൽ പോയാലും നിങ്ങൾക്ക് 3 ദിവസം ഫ്രീ ആയിട്ട് താമസിക്കാനും ഫ്രീ ആയിട്ട് ഫുഡ് നിങ്ങൾക്ക് ലോകത്തിൽ എവിടെയും എല്ലാ സ്ഥലങ്ങളും. താങ്കൾ ആദ്യം ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറഞ്ഞില്ല. ഇന്ത്യയിൽ എത്ര സ്ഥലങ്ങളിൽ സെൻറ്റേഴ്സ് ഉണ്ട്? ഇന്ത്യയിൽ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. ബാംഗ്ലൂർ തന്നെ പോയി കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് 10-12 സെൻറ്റേഴ്സ് ബാംഗ്ലൂരിൽ തന്നെ ഉണ്ട്. മാംഗ്ലൂർ തന്നെ 3-4 സെൻറ്റർ ഉണ്ട്. കേരളത്തിൽ തന്നെ